ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്നത് എന്നാണ് മുസ്ലിങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഇപ്പോ ഞാനൊക്കെ മുസ്ലിം നാമധാരികളായതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഒരു പരിധി വരെ സഹിക്കാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ ഇനി ഒരു അമുസ്ലിം നാമധാരിയാണെങ്കിൽ പറയാനുമില്ല. അവരുടെ മതം മെച്ചമാണ്. ശരിക്കും പറഞ്ഞാൽ അവർ മതം ഉപേക്ഷിച്ചവരായിരിക്കും. എന്നാലും മനുജ മൈത്രിയൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചപ്പോൾ എന്തായിരുന്നു ഇവിടെ അട്ടഹാസം. ഷാജൻസ്കറിയ ചില വാർത്തകൾ ചെയ്തപ്പോൾ പോലും ഇവിടെ എന്തൊക്കെ രൂപത്തിലായിരുന്നു പറഞ്ഞത്. ഷാജനെ ഒരു ഇസ്ലാം മത വിരുദ്ധനായി ചിത്രീകരിച്ചു. ഇന്നും മുസ്ലിം പുരോഹിതന്മാർക്കിടയിൽ അവരുടെ കണ്ണിലെ ഒരു കരടായി ഷാജൻസ്കറിയ നിൽക്കുന്നതിന്റെ കാരണവും പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളും മുക്കുന്ന വാർത്തകൾ നിർഭയം തുറന്നു പറയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇസ്ലാമിലുള്ള വസ്തുതകൾ ഏറ്റവും കൂടുതൽ അറിയുന്നതും മുസ്ലിങ്ങൾക്കാണ്. കാരണം നമ്മള് വളരെ ചെറിയ പ്രായം മുതലേ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. കുറെ കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി നമ്മളിലെ അന്വേഷണത്തൊരയ്ക്ക് അനുകൂലമായിട്ട് സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ഇത്രയും പൊട്ടത്തരമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്ന മതം, സ്വാഭാവികമാണ് നമുക്ക് അങ്ങനെ തോന്നും. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അത് തുറന്നു പറയും. പ്രത്യേകിച്ച് അതിന് നമുക്ക് ഇന്റർനെറ്റിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. ജൂതനുണ്ടാക്കിയ മീഡിയ ആയതുകൊണ്ട് തന്നെ ആരാലും അത് ഇസ്ലാം മത വിമർശനം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങിയത് ഏതെങ്കിലും ഒരു മുസ്ലിം ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനും ഇന്ത്യക്കകത്താരെങ്കിലും ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും സംഭവിക്കാന്ന്. തലയ്ക്കകത്ത് ആള് താമസമുള്ളവരും ലോകത്തിന് മുഴുവനും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ചെയ്യണം, അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുമായതുകൊണ്ട് ഇന്നും ഇത് നല്ല രൂപത്തിൽ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടവർക്ക് അങ്ങനെ മനസ്സിലാക്കാം. മോശമായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ. എല്ലാത്തിനും രണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ. നമ്മൾ നല്ല രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഇന്റർനെറ്റിനോട്, സോഷ്യൽ മീഡിയയോട് വലിയ രൂപത്തിൽ നന്ദി പറഞ്ഞേ മതിയാവും. ഇപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിർഭയം ഈ വസ്തുതകൾ തുറന്നു പറയേണ്ടി വരുന്നു. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആര് പറയും ഇത്? അതായത് ഇത്രയും കാലം അമ്പലപ്പറമ്പിലാണ് മുഹമ്മദ് ഇരുന്നത്. ഇപ്പൊ ആ പള്ളിപ്പറമ്പിൽ രാമൻ വന്നതിന് എന്താ കുഴപ്പം? അമ്പലപ്പറമ്പിലല്ലേ മുഹമ്മദ് ഇരുന്നത്. ഈ മുഗളന്മാരെ, ഈ ബാബർ എവിടെ നിന്നാണ് വന്നത്? ബാബർ വന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ്. മുഗൾ രാജവംശക്കാരനാണ് ഈ ബാബർ എന്ന് പറയുന്നയാള്. അയാൾ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയതാണ്. മുഗളന്മാര്, ബ്രിട്ടീഷുകാർ ഇവരെല്ലാം ഇന്ത്യയിൽ അധിനിവേശം നടത്തിയതാണ്. ഇന്ത്യയിലെ സ്ഥാപന ജനങ്ങൾ എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവ ജനത തന്നെയാണ്. സിന്ധു നദീതട സംസ്കാരം നമുക്കറിയാവുന്നതാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ ആവിഷ്കാരമായ ഹൈന്ദവ സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയുടേത്. ആ ഹൈന്ദവ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് നമ്മുടെ മുത്തച്ഛന്മാരും എല്ലാ മുസ്ലിങ്ങളുടെയും. സാക്കിർ നായിക്കും എം എം അക്ബറും ഞാനും അടക്കം എല്ലാ എക്സ് മുസ്ലിം ഇന്ത്യ ആണെങ്കിലും മുസ്ലിം ഇന്ത്യ ആണെങ്കിലും മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ എല്ലാവരുടെയും പാരമ്പര്യം എന്ന് പറയുന്നത് ഹൈന്ദവ പാരമ്പര്യം തന്നെയാണ്. അത് ബ്രാഹ്മണന്മാരുണ്ടായിരിക്കാം, നായന്മാരുണ്ടായിരിക്കാം, നമ്പൂരിമാരുണ്ടായിരിക്കാം, നായാടിമാരുണ്ടായിരിക്കാം, ഈടവനുണ്ടായിരിക്കാം, പുലയൻ, ചോഴവൻ, പറയൻ, ആരായാലും ഹൈന്ദവ പാരമ്പര്യത്തിൽപ്പെട്ടവർ തന്നെയാണെന്ന് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും. അത് പേര് അക്ബർ എന്നായിരിക്കാം, നാസർ എന്നായിരിക്കാം, ഉഷാദ് എന്നായിരിക്കാം, ഇബ്രാഹിം എന്നായിരിക്കാം, ഇസ്മായിൽ എന്നായിരിക്കാം. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഈ പാരമ്പര്യം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ പണ്ട് BC ജോർജ് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ മുതൽമുത്തച്ഛന്മാരുടെ പേര് കേശവനെന്നോ നാരായണനെന്നോ അങ്ങനത്തെ പല പേരുകളായിരിക്കാം. ആയിരിക്കും എന്നല്ല, ആയിരുന്നു. ഇനി യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ മുഗളന്മാർ വന്ന് ബാബർ അടക്കമുള്ള, ഹുമയൂൺ അടക്കമുള്ള ചക്രവർത്തിമാരെ വൈദേശിക രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ കുടിയേറി ഇന്ത്യയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പൊളിച്ച, ഒരു ക്ഷേത്രമല്ല പൊളിച്ചിരിക്കുന്നത്, ഒന്നോ രണ്ടോ അല്ല പൊളിച്ചിരിക്കുന്നത്, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാന് കോട്ടയം ജില്ലയിലെ ഒരു പള്ളിയില് അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ പഠിക്കാൻ പോയ സമയം, ഞാൻ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയം, ഞാനന്ന് വിശ്വാസി തന്നെയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു പള്ളിയിൽ എന്നോടൊരു കൂട്ടുകാരൻ, എന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു, ഈ മുസ്ലിമീങ്ങൾ ഈ പള്ളിയിൽ നിന്നും പണ്ടൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴാണ് ഈ കൗതുവും വീടിന്റെ പള്ളിക്കകത്ത് തന്നെ ഈ പൈപ്പുകളൊക്കെ ഉള്ളത്. അംഗസ്നാനം ചെയ്യുക, ഉളു ചെയ്യുക എന്ന് പറയും. മുസ്ലിമീങ്ങൾ ഈ നമസ്കരിക്കുന്നതിന് മുമ്പ് അംഗശുദ്ധീകരണം നടത്തും. അതിന് ഉളു ചെയ്യുക എന്നാണ് അറബി പറയും. ഉളു ചെയ്യുക. അതിന് ഇപ്പോഴാണ് പള്ളിക്കകത്ത് പൈപ്പുകളൊക്കെ നിങ്ങൾ കാണുന്നത്. പക്ഷെ എന്റെയൊക്കെ ബാല്യകാലത്ത് എങ്ങനെയാണ് പൈപ്പുകളൊന്നും കാണില്ല. മിക്ക പള്ളിയും സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുഴക്കളവിലോ ഒരു ആറിന്റെ തീരത്തൊക്കെ ആയിരിക്കും മുസ്ലിം പള്ളികൾ മിക്കതും കാണുന്നത്. പണ്ടത്തെ പള്ളികളൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴാണ് ടൗൺ ഏരിയകളിൽ പള്ളി വന്നത്. കാരണം പൈപ്പ് ജല സംവിധാനങ്ങളൊക്കെ ഒരുപാട് ഈ പുരോഗമിച്ചപ്പം നമുക്ക് എവിടെ വേണം നമുക്ക് ജലം എത്തിക്കാവുന്ന സംവിധാനം വന്നപ്പോഴാണ് പള്ളികളൊക്കെ ടൗൺ ഏരിയകളിൽ പണിയാൻ തുടങ്ങിയത്. പണ്ടൊക്കെ എന്റെ ഒക്കെ ബാല്യകാലങ്ങളിൽ എപ്പോഴും ഈ പള്ളി ഇരിക്കുന്ന, മുസ്ലിം പള്ളി ഇരിക്കുന്ന എപ്പോഴും ഒരു പുഴയുടെ തീരത്തായിരിക്കും.
അല്ലെങ്കിൽ ഒരു ആറിന്റെ തീരത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുളക്കടവിലായിരിക്കും. കാരണം എന്താ അറിയോ, ഈ മുസ്ലിങ്ങൾക്ക് അംഗശുദ്ധീകരണം നടത്തണം, നമസ്കാര സമയം 5 നേരത്തെ നമസ്കാരത്തിന് മുമ്പ് അംഗശുദ്ധീകരണം നടത്തണം, അല്ലാതെ നമസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഈ കുളക്കടവിൽ കൊണ്ട് പള്ളി പണിയുന്നത്. അപ്പം എന്റെ ജില്ലയിൽ, പിന്നെ ഞാൻ താമസിച്ചിരുന്ന എന്റെ ജില്ലയിലും ഈ പള്ളി ഉണ്ടായിരുന്ന ഇതുപോലെ ഒരു കുളക്കടവിലായിരുന്നു. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ, നീ ആറ്റിലേക്ക് ഒതുവെടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ കൽപ്പടവിൽ ഇറങ്ങിപ്പോകുന്ന നട, ഞങ്ങളൊക്കെ കുത്തുകല്ല നട എന്നൊക്കെ പറയും, നിങ്ങളൊക്കെ എങ്ങനെയാ പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ ഈ ആറ്റിലേക്ക് ഇറങ്ങുന്ന നടയിൽ ദേവിയുടെ ദേവന്മാരുടെ ചിത്രങ്ങൾ ആ കല്ലിൽ കുത്തിവെച്ചിട്ടുണ്ടോ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ആശ്രയം ചോദിച്ചു. അപ്പൊ അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ പണ്ടാണ് ഈ ജുമായിക്കൊക്കെ പള്ളിയിൽ പോകും, ഇവൻ 5 നേരം പള്ളിയിൽ പോകുന്നത് എന്റെ കൂട്ടുകാരൻ. ഞാൻ പോകുന്ന ഈ ജുമായിക്കൊക്കെ പോകുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, എങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം, അതിൽ ഈ ഹൈന്ദവ ദേവി ദേവന്മാരുടെ പിന്നെ കല്ലിൽ കുത്തിവെച്ചിട്ടുണ്ട് ഫോട്ടോകളൊന്നും. അങ്ങനെ ഞാൻ പിന്നീട് പോയി ശ്രദ്ധിച്ചു. ഞാനൊരു 3-4 ദേവി ദേവന്മാരുടെ ഫോട്ടോ ആ കുത്തുകല്ലിൽ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇറങ്ങി പോകുന്ന കല്ലിൽ ദേവി ദേവന്മാരുടെ ഫോട്ടോ ശരിക്കും ക്ലിയർ അല്ലെന്നുള്ളൂ. കാരണം ഈ പായലൊക്കെ പിടിച്ച് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പൊ ഈ കല്ലിൽ ഒതുവെടുക്കാൻ വേണ്ടി ആറ്റിലേക്ക് ഇറങ്ങുന്ന ആ മുസ്ലിം പള്ളിയുടെ കല്ലുകളിൽ, ആ പിന്നെ നടകളിൽ ഞാൻ ഈ ദേവി ദേവന്മാരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, കുത്തിവെച്ചിരിക്കുന്ന ഫോട്ടോ. പണ്ടൊക്കെ കല്ലിലാണല്ലോ ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ കുത്തുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് അമ്പലമായിരുന്നു എന്ന് ഏറ്റവും വ്യക്തമായി തെളിവില്ല. ആ പള്ളി അമ്പലമായിരുന്നു. ആ പള്ളി അമ്പലം പൊളിച്ചിട്ടാണ് ആ പള്ളി മറന്നു വെച്ചിരിക്കുന്നത്. സ്ഥലമൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ആയിരക്കണക്കിന് അമ്പലങ്ങൾ പൊളിച്ചാണ് ഇവിടെ മുസ്ലിമീങ്ങൾ പള്ളി പണിത്. അത് ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്ര ധ്വംസനം നടന്നിരിക്കുന്ന മുഗളന്മാരുടെ ഭരണകാലത്താണ്. ഇവിടെ മുസ്ലിമീങ്ങൾ മിക്കവരും പറയുന്നത് കേൾക്കാം, മുഗളന്മാർ 600 കൊല്ലം 700 കൊല്ലം ഇന്ത്യ ഭരിച്ചില്ലേ, ഞങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം മുസ്ലിമീങ്ങളാക്കാൻ സാധിക്കുമായിരുന്നു, ഞങ്ങൾ ചെയ്തു, അപ്പോൾ ഞങ്ങൾ മതേതര. പലപ്പോഴും ഇവർ ഇത് തന്നെ പറയാറുണ്ട്, മുഗളന്മാര് കൊല്ലങ്ങളോളം ഈ രാജ്യം ഭരിച്ചിട്ട് ഇസ്ലാം മത രാജ്യമാക്കിയില്ലല്ലോ എന്ന്. അവർ കഠിനമായി പരിശ്രമിച്ചു. അന്നും ഇവിടെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ഈ രാജ്യം ഒരു ബഹുസ്വര രാജ്യമായി നിലനിന്നു. അതേപോലും അന്ന് ഹിന്ദുക്കൾക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം ഈ കാലത്തെങ്കിലും മുസ്ലിങ്ങൾക്കുണ്ടാകുമായിരുന്നെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിനും ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിങ്ങൾ, സമാധാനവാദികളല്ലേ എന്നൊക്കെ ഇവിടെ നമ്മൾ കേട്ടിട്ടില്ലേ. ക്ലബ് ഹൗസിൽ വന്ന് ഉക്രൈൻ സലീമിനെ പോലുള്ളവർ ഒക്കെ കടന്ന് ബഹളം വയ്ക്കുന്ന, തലോടിയെ പോലുള്ളവർ, പഴയ ഉസ്മാനെ പോലുള്ളവർക്ക് കണ്ട് ഇങ്ങനെ കുറച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സാധിച്ചില്ല? എന്തുകൊണ്ട് ഇവിടെ ഈ മുഗളന്മാർക്ക് ഈ 600 കൊല്ലം ഭരിച്ചിട്ട് ഈ ഹിന്ദുക്കളെ പൂർണ്ണമായിട്ടും ഇസ്ലാമാക്കാൻ സാധിക്കാതെ? അവിടെ ഹൈന്ദവ രാജാക്കന്മാരുടെ പ്രതിരോധ ശക്തിയായിരുന്നു. അവർ എതിർത്ത് നിന്നു, അവരവിടെ കീഴടങ്ങിയില്ല. മക്കയിലും സിറിയയിലും പിന്നെ ഈജിപ്തിലും ലെബനോനിലും ജോർദാനിലും ഒക്കെ മുസ്ലിം പിന്നെ അവിടുത്തെ ക്രിസ്ത്യാനികൾ കീഴടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ച് അറ്റം ചെത്തി മുസ്ലിം ആയതുപോലെ ഹിന്ദുക്കൾ കീഴടങ്ങിയില്ല. നാട്ടുരാജാക്കന്മാർ ചെറുത്തു നിന്നു. ടിപ്പുവിന്റെ പടയോട്ടത്തെ അവർ ചെറുത്തു, ഹൈദരലിയുടെ പടയോട്ടത്തെ അവർ ചെറുത്തു. എത്രയെത്ര രാജാക്കന്മാർ, മുഗൾ രാജവംശത്തിന്റെ പടയോട്ടങ്ങളെയാണ് ഹൈദരാബാദിലെയും പിന്നെ ഈ കേരളത്തിലെയും നാട്ടുരാജാക്കന്മാർ ചെറുത്തു നിന്ന്. പൃഥ്വിരാജ് ചൗഹാനെ പോലുള്ളവരൊക്കെ, ഛത്രപതി ശിവജിയെ പോലുള്ളവരൊക്കെ നമുക്കറിയില്ലേ, അവർക്ക് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർക്ക് ചെറുത്തു നിന്നു. മുസ്ലിം രാജാക്കന്മാരുടെ മുഗൾ രാജവംശത്തിന്റെ ഈ ആക്രമണങ്ങളെ അവർ ജീവൻ കൊടുത്തും പ്രതിരോധിച്ചു. ഞങ്ങൾക്കൊരു വൈദേശിക മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല, ഞങ്ങളൊരു വൈദേശിക മതത്തിന്റെ അടിമയാകില്ല എന്നവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവർ ചെറുത്തു. അവർ ഭാരതത്തിന്റെ പൈതൃകം കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അവർ പോരാടി. അതിൽ പലരും മരണപ്പെട്ടു. അങ്ങനെയാണ് ആയിരക്കണക്കിന് പിന്നെ ഹൈന്ദവരുടെ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം 1921 കലാപങ്ങളൊക്കെ അറിയാമല്ലോ, എത്രയോ ഹൈന്ദവരാണ് അവിടെ ജീവൻ കൊടുത്തത്. പലാബാഗ് കൂട്ടക്കൊലകൾ, അങ്ങനെ എത്രയെത്ര കൂട്ടക്കൊലകൾ ഇവിടെ അംഗീകരിക്കുന്നു. അതിലൊക്കെ ജീവൻ കൊടുത്തിരിക്കുന്നതിൽ ആരാണ്? ഭൂരിഭാഗം 99% ഹിന്ദുക്കൾ തന്നെയാണ്. കാരണം എന്താണ്? അവിടെ പൈതൃകം നശിക്കാതിരിക്കാൻ, അവിടെ പൈതൃകം നശിക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഈ 80% ഹിന്ദുക്കൾക്ക് ഉണ്ടായത്. അതല്ലായിരുന്നെങ്കിലും ജോർദാനിലും, സിറിയ, ജോർദാൻ, ലെബനോൻ, ലിബിയ, ഇറാഖ്, ഈജിപ്റ്റ്, ഇറാൻ, ഇതൊക്കെ ഇറാൻ പിന്നെ ഈ ബഹായി വംശക്കാരായിരുന്നു, ഏറ്റവും കൂടുതൽ പേർഷ്യൻ മതക്കാരായിരുന്നു. പക്ഷെ മറ്റു രാജ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു. ഈ ലെബനോനും ലിബിയൊക്കെ അടുത്ത കാലത്താണ് ഇസ്ലാമിക രാജ്യങ്ങളായി മാറിയത്. അടുത്ത വളരെ ചെറിയ കൊല്ലങ്ങളായിരുന്നു ലെബനോനും ലിബിയൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളായി മാറിയിട്ട്. അതിനൊന്നും ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഈ കേരളക്കരയിൽ ഉയർന്നു നിൽക്കുന്ന ഏത് പള്ളിയുടെ പിന്നാമ്പുറം പരിശോധിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു ക്ഷേത്രത്തിൻ്റെ കഥയുണ്ടാകും. അതാണ് ഷാഹി ജുമാ മസ്ജിദിലടക്കം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ വന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി നിന്ന് കൂക്കി വിളിച്ചതും കല്ലെറിഞ്ഞതും വാഹനത്തിന് തീയിട്ടതും. അങ്ങനെ ഒരു എൻക്വയറി അവിടെ നടക്കാൻ പാടില്ല. എന്നാൽ അതിൻ്റെ സത്യം മനസ്സിലാക്കില്ലേ? അതുപോലെ തന്നെയാണ് നാസർ സാഹിബ് പറഞ്ഞതുപോലെ പള്ളിയുടെ പടവുകളും പള്ളിക്കടുത്തുള്ള കുളങ്ങളുമൊക്കെ. കാരണം നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയും, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, അതിനു ചേരുന്നൊരു കുളവും വേണമെന്ന് പറയാറില്ലേ? അങ്ങനെ അമ്പലങ്ങളൊക്കെ പൊളിച്ച് പള്ളികളാക്കി മാറ്റിയപ്പോൾ അടുത്ത് ഒരുപാട് കുളങ്ങൾ വന്നു, ആൽമരങ്ങൾ വന്നു, ആൽത്തറകൾ വന്നു. ഇതൊന്നും പറഞ്ഞാൽ ഇവരാരും വിശ്വസിക്കില്ല, പ്രശ്നമില്ല. മുഗളന്മാർ
കഠിനമായി പരിശ്രമിച്ചു. അപ്പോ ഏറ്റവും കൂടുതൽ വാള് കാണിച്ച് മതപരിവർത്തനം നടത്തിയ ആളാണ് ടിപ്പു. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ അവരുടെ നായകൾക്ക് ടിപ്പു എന്ന പേരിട്ടതെന്ന് നമുക്കറിയാം. ഇതൊക്കെ ചരിത്രം. അന്നത്തെ നാട്ടുരാജാക്കന്മാരാകുന്ന ഹൈന്ദവർ ഹിന്ദുക്കൾ ഈ രാജ്യത്ത് അന്യം നിന്ന് പോകും എന്ന് ഭയന്ന് അവർ അതിനെ പ്രതിരോധിച്ച് മുഗൾ രാജാക്കന്മാരുമായി നിരന്തരം പോരാടി. അതിനകത്ത് ഒരുപാട് പേർ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ ആർഷഭാരത സംസ്കാരം ഇവിടെ നിലനിർത്തിയത്. ഒരുപാട് ആളുകൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് ഇവരോട് യുദ്ധം ചെയ്തു നിന്നത്. അല്ലാതെ മുഗളന്മാര് വിചാരിക്കായിട്ടല്ല, അവര് പരിശ്രമിക്കായിട്ടുമല്ല. ഇവിടെയുള്ള ഹിന്ദുക്കൾ ഏതൊക്കെ രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാമോ, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയതിന്റെ പേരിലാണ് ഇവരത് മനസ്സിലാക്കിയത്. അനേകം ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഇവര് നുഴഞ്ഞു കയറി. ഇവരാ രാജ്യങ്ങളൊക്കെ മതവൽക്കരിച്ചു. അഫ്ഗാൻ ആണെങ്കിലും ലിബിയ ആണെങ്കിലും ഒരുപാട് രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ, അതിന്റെ പിന്നാമ്പുറങ്ങൾ തപ്പിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു. ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് ഇവര് മതവൽക്കരിക്കുകയാണ് ചെയ്തത്. എഴുതി വെച്ചോ, കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിന്റെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും. നന്ദി.